ഹലോ ആൾ എല്ലാവർക്കും എയർജി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടം എന്ന പടം കണ്ടു. ഈ ഒരു പടം കാണാനായിട്ട് എന്റെ ഒരു ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു പടമാണ്. പക്ഷേ ഈ ഒരു പടം കാണാനായിട്ടുള്ള ഒരു കാരണം, ഈ ഒരു പടം IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലൊക്കെ പ്രദർശിപ്പിച്ച ഒരു സിനിമയായിരുന്നു. ആ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നിന്നൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു നിരൂപക പ്രശംസ നേടിയ ഒരു സിനിമയാണ് ആട്ടം. വലിയൊരു നിരൂപക പ്രശംസ നേടി എന്ന നിലയ്ക്കും പിന്നെ ഈ ഒരു സിനിമയോടനുബന്ധിച്ച് കുറെ പോസ്റ്റുകൾ കണ്ടിരുന്നു. ഗംഭീര പടമാണ്, ഗംഭീര ക്രൈം സസ്പെൻസ് ത്രില്ലറാണ് എന്നൊക്കെ രീതിയിലൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മുടെ പ്രമുഖ ഫിലിം ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കുറെ പോസ്റ്റുകൾ കണ്ടിരുന്നു. അപ്പം എന്നാ പിന്നെ ഈ ഒരു പടം കണ്ടിട്ട് എന്റെ കാര്യം എന്ന രീതിയിൽ സിനിമ കാണാനായിട്ട് പോയി. അപ്പൊ ആ ഒരു പടത്തെക്കുറിച്ചുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടം ആട്ടം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പലരും ലേബൽ ചെയ്ത കണക്ക് ഗംഭീര സസ്പെൻസ് ത്രില്ലർ ഒന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. വളരെ ഗ്രൗണ്ട് ലെവലിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു വളരെ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു റിയലിസ്റ്റിക് പടം ആയിട്ടാണ് എനിക്ക് ആട്ടം എന്ന സിനിമയെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കിംഗ് ആണെങ്കിലും ഈ ഒരു സിനിമ സംസാരിക്കുന്ന ആ ഒരു സബ്ജക്ട് വളരെ ഗൗരവമേറിയ ഒരു സബ്ജക്റ്റാണ്. ആനന്ദ് ഇക്കർഷി എന്ന സംവിധായകന്റെ ഡെബ്യൂട്ട് പടമാണ്. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ റൈറ്ററും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ വിളയാട്ടമാണ്, ആക്ടേഴ്സിന്റെ വിളയാട്ടമാണ്. ആകെപ്പാട് 10-15 പേരായിരിക്കും മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഓരോരുത്തർക്കും പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനകത്തുണ്ട്. ഗംഭീരമായിട്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും, ഓരോ ആർട്ടിസ്റ്റിനും അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാവരും ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കലാഭവൻ ഷാജോൺ, അതേ കണക്ക് വിനയ് ഫോർട്ടൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടത് ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റിനെയാണ്. സെറിൻ ഷിഹാദ് എന്ന ആക്ട്രസ് ആണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. ഈ ഒരു സിനിമയുടെ ആ ഒരു വിഷയത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പ്രേക്ഷകനിലേക്ക് മനസ്സിലാക്കി തരുന്നത് ഷെറിൻ ഷിഹാദിന്റെ ആ ഒരു പെർഫോമൻസ് മൂലമാണ് കേട്ടോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും, ഒരാളൊന്നുമല്ല, എല്ലാവരും ഈ ഒരു സിനിമയ്ക്കകത്ത് വന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്, ഗംഭീര പെർഫോമൻസും ആണ്. ഇനി സിനിമയുടെ ആ ഒരു പ്ലോട്ടിലേക്ക് വരുവാണെങ്കിൽ, ഒരു ഡ്രാമ ട്രൂപ്പ്, നാടക ഗ്രൂപ്പ്, അതിനകത്തുള്ളത് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പം അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നം ഒരു ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ആ ഒരു ട്രൂപ്പിലുള്ള ആൾക്കാരെയൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് വരുന്ന വാദങ്ങളും മറുവാദങ്ങളും, പിന്നെ അവരവരുടെ അഭിപ്രായങ്ങളിൽ പിന്നെ ചില കാരണങ്ങളാൽ വരുന്ന ചേഞ്ചസും, പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു ട്വിസ്റ്റ് അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന 2 മണിക്കൂർ 20 മിനിറ്റ് കണ്ടുണ്ട് സിനിമ. ആ 2 മണിക്കൂർ 20 മിനിറ്റ് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എന്തോ ഒരു എലമെന്റ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴും അതൊരു ഭയങ്കര സസ്പെൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ട്വിസ്റ്റ്. പക്ഷെ നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ചില നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ചില എന്താ പറയുന്ന, നമ്മൾ ചില സത്യങ്ങളൊക്കെ ചിലപ്പം വളച്ചൊടിക്കുക, അല്ലെങ്കിൽ ഡിസിഷൻസ് പലപ്പോഴും പലത് പറയുക എന്ന രീതിയും, പിന്നെ പുരുഷ മേധാവിത്വം, സ്ത്രീ വിരുദ്ധത എന്നൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് തന്നെ തോന്നി. വളരെ സോഷ്യലി വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കൊള്ളാം, ഈ ഒരു സിനിമയിലെ എല്ലാ സംഭവങ്ങളും കൊള്ളാം. ആക്ടേഴ്സ് ആയാലും, ഡയറക്ഷൻ ആയാലും, സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ഒരു റിയലിസ്റ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന രീതിയിൽ ഈ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശരായിരിക്കാം. അങ്ങനെ ഉള്ള തള്ളലുകളൊന്നും കേട്ടിട്ട് ഈ ഒരു സിനിമയെ സമീപിക്കരുത്. വളരെ ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് പടം കാണാൻ പോവുക. അതിനകത്ത് ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിങ് ചെയ്യിക്കുന്ന ചില ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിരിക്കാനായിട്ട് തിയേറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കൊള്ളാം, കണ്ടിരിക്കാനായിട്ട് കൊള്ളാവുന്ന ഒരു നൈസ് പടമാണ്. അതിനകത്ത് പറയുന്ന വിഷയങ്ങളും ഗൗരവമേറിയതാണ്. ആക്ടേഴ്സിന്റെ പ്രകടനം, അതാണ് മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. ആട്ടമാണ്, വിളയാട്ടമാണ് തീർച്ചയായിട്ടും. അത് ആക്ടേഴ്സിന്റെ പെർഫോമൻസിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അവരുടെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ള എൻഗേജിങ് ഫാക്ടറും. നമ്മളെ പിടിച്ചിരുത്തുന്നത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു സിനിമ കൊണ്ടുപോകുന്നത് അവരുടെ പെർഫോമൻസിലൂടെയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡെബ്യൂട്ട് ഡയറക്ടർ എന്ന രീതിയിൽ ആനന്ദ് കർഷിക്ക് അഭിമാനിക്കാം ഈ ഒരു സിനിമ ചെയ്തതിൽ. അപ്പൊ എന്തായാലും കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും.